ആറളത്ത് ജീവനെടുത്ത് കാട്ടാനക്കലി. കണ്ണൂർ ആറളത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ സംസ്കാരം ഇന്നലെയാണ് ഫാമിലെ 13-ാം ബ്ലോക്കിൽ കാട്ടാനാക്രമണത്തിൽ വെള്ളിയും ഭാര്യ ലീലയും കൊല്ലപ്പെട്ടത്. രാത്രി ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് നാട്ടുകാർ മൃതദേഹം വിട്ടു നൽകിയത്. ആറളം പഞ്ചായത്തിൽ UDF-ഉം BJP-യും പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു. നമ്മളെങ്ങനെ ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയൂ, നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ഒരു കടലിൽ പോകാൻ പറ്റില്ല, ഒരു പണിക്ക് പോകാൻ പറ്റില്ല. ഇതാണ് അവത്തൊരു പിള്ളേർ സ്കൂളിൽ വിടാൻ വരും നമുക്ക് പേടിയാ ഈ ആന കാരണം. വനം വകുപ്പിന്റെ ആളുകളോടൊക്കെ പറഞ്ഞിരുന്നോ? നമ്മളെ പറയും, പക്ഷെ അവർ സ്വീകരിക്കുന്നില്ല. ചിലപ്പോൾ ഇതിലെല്ലാം വരും, പിന്നെ നമ്മൾ പാട്ടെല്ലാം കൊട്ടി ഓട്ടിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയോ? ജീവിക്കാൻ പറ്റണ്ടേ, എവിടെങ്കിലും സ്ഥലം കിട്ടിയെങ്കിലും എവിടെങ്കിലും പോകാം. ദിവസം ആന എതിലിറങ്ങി വരും, എതിലിറങ്ങി പോകും, ഇത് തന്നെ പരിപാടി. എത്ര ആനകൾ ഇതിലൂടെ വരാറുണ്ട്? ഒരു 10-50 എണ്ണൊന്നും പോരാ. കുഞ്ഞുങ്ങളും തള്ളയും തന്ത അടക്ക വരും. നമ്മളെ ഈ വീടിന്റെ അടുത്തൂടെയോ? നമ്മളെ വീടിന്റെ മുറ്റത്ത് വരും. നമ്മളെന്താ ചെയ്യാറ്? നമ്മളെന്താ ചെയ്യണ്ടേ, വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുക, അല്ലാണ്ട് അല്ലെ തീ കൂട്ടിക്കൊള്ളുക നിൽക്കുക. അതിന്റെ പുക കാണുമ്പോഴല്ലേ അവര് മാറിക്കോളൂ. രാവിലെ ഈ സമയത്തിന് വേണം പിള്ളേരിറങ്ങി പോകാൻ. ഈ സമയത്തൊക്കെ ആന അതില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന. വിവരങ്ങളുമായി ഫെലിക്സും രാഹുൽ KVയും ചേരുന്നുണ്ട്. ആദ്യം ഫെലിക്സിലേക്ക്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. വളരെ ദാരുണമായ സംഭവം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കാട്ടാനക്കലി ഒരു പുതിയ കാര്യമേ അല്ലാതായി മാറിയിരിക്കുന്നു. ഈ പ്രതിഷേധം നടത്തിയ ആ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നില്ലേ? മാത്രമല്ല, ഇന്ന് എനിക്ക് തോന്നുന്നു ഹർത്താലും നടക്കുകയാണ് അവിടെ. വിശദാംശങ്ങൾ എന്താണ് ഫെലിക്സ്? മോത്തി, വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അതായത് കാട്ടാനകൾ വസിക്കുന്ന ഒരിടത്ത് കുറേ ആളുകളെ പുനരധിവസിപ്പിക്കുകയും അവരവിടെ എങ്ങനെ അതിജീവിക്കണം എന്ന് പോലും അറിയാതെ കഴിയുകയും അവർക്ക് മരണം സംഭവിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ആറളത്ത് ഇന്നലെ 2 പേർക്ക്, അതായത് 80 വയസ്സുള്ള ആ വെള്ളിക്കും അവരുടെ ഭാര്യ ലീലയ്ക്കും ജീവൻ നഷ്ടമായത്. അപ്പോൾ ആ പാതയിലാണ് അത്. അവർ ആ വഴിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടന്നു വന്നപ്പോൾ ഈ കശുവണ്ടി ശേഖരിക്കാൻ പോയതായിരുന്നു. അപ്പോൾ കശുവണ്ടിയായിട്ട് അവരിങ്ങനെ വഴി നടന്നു വന്ന് ഇവിടെ വെച്ചാണ് ആന അവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ആന ആക്രമിക്കുന്നപ്പോൾ കശുവണ്ടിയൊക്കെ ഇവിടെ ഇട്ട്, ഇപ്പോൾ ഒരു കൂടെ നിറയെ കശുവണ്ടി ഉണ്ടായിരുന്നു. അവർ അവിടുന്ന് ശേഖരിച്ച് മടങ്ങി വരുന്ന വഴിക്കാണ്. അപ്പോൾ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ അവിടുന്ന് ശേഖരിച്ച് വരുന്നു. ആ സമയത്ത് ഇവിടുന്ന് ആന ആക്രമിക്കുന്നു. അപ്പോൾ ആന ആക്രമിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കശുവണ്ടിയൊക്കെ, അവരുടെ കയ്യിലുണ്ടായിരുന്ന കശുവണ്ടിയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവരിങ്ങനെ ഓടുകയാണ്. അപ്പോൾ കാട്ടാന ഓടിക്കുന്നു. അവർ ഓടി ഏതാണ്ടൊരു ആ കശുവണ്ടി ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നും ഏതാണ്ടൊരു 5-8 മീറ്റർ മാറി ഇവിടെയാണ് കാട്ടാന ഇവിടെ ഇട്ടാണ് അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നതാണ് വളരെ സങ്കടകരമായ കാര്യം. ഇവിടെ അവർ ഉപയോഗിച്ചിരുന്ന മാല ഒക്കെ ഇവിടെ കാണാം. ഒപ്പം തന്നെ ആനയുടെ കാൽപ്പാടുകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ കാട്ടാന ഈ 2 പേരെയും, അതായത് ഈ 2 പേർക്കെയും ചവിട്ടി കൊലപ്പെടുത്തിയത് എന്നതാണ്. ദാരുണമായ സംഭവം നടന്ന സ്ഥലമാണ്. ഇവിടെ അവരുടെ ചെരുപ്പുകൾ നമുക്ക് കാണാം, അവരുടെ തോർത്തുണ്ട് ഇവിടെ, അങ്ങനെ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളുണ്ട്, അങ്ങനെ ഈ പറയുന്ന രക്തക്കറകളുണ്ട്, ഈ അവരുപയോഗിച്ച മാല എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്. ഈ റോഡിൻ്റെ ഒരു വശത്തു നിന്നും ആന ഇവിടേക്ക് വന്നു എന്നാണ്. ചേട്ടാ, ഈ വശത്തു നിന്നാണോ ആന വന്നത്? ഈ വശത്തു അല്ല, അവിടെ നിന്ന് ആന ഇങ്ങോട്ട് വരുന്നത്. അവിടെ അതിൽ കൂടി ആന കയറി ആ വീട്ടിൻ്റെ അവിടെ നിന്ന് പിന്നെ ആന നേരെ അവിടെ എത്തി. ആ മരത്തിൻ്റെ ചുവട്ടിൽ എത്തുമ്പോൾ ആന അവിടെ നിന്ന് ഓടി വന്നതിന് ശേഷം ഇവർ കാണുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് വന്ന ഇവള് രണ്ടിനെ പിടിച്ചു, ഒറ്റ പിടുത്തത്. രണ്ടിനും വിട്ടിട്ടില്ല. അങ്ങനെ ഇവിടെ എത്തിച്ചാ കൊണ്ടുവന്നിട്ട് ചവിട്ടി കൊന്ന്. തല വേറെ, കാല് പിന്നെ അതിന് പെണ്ണുങ്ങളെ മുടിയല്ല പിടിച്ച് വലിച്ചിട്ട് അപ്പാട് അടുത്തി കളഞ്ഞു. ഒരു കഷ്ണം അവിടെ ഉണ്ടായി, ഒരു കഷ്ണം അവിടെ ഉണ്ടായിന്. പിന്നെ ഞാൻ 5 മണിയായി. കാരണം നമ്മൾ ഓരോരോ പണിയെടുക്കുന്നതല്ലേ, വീട്ടിൽ നിന്ന് നമ്മൾ ഓരോ പണിയെടുക്കല. അങ്ങനെ ഇവിടുന്ന് ആരോ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഇവിടുന്ന് കാരണവരെ
ആന കൊന്നെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന 1-1.5 മണിയായി. അവരെ അവിടുന്ന് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരവായി ഇത് അണ്ടി എടുത്തിട്ട് മേലുണ്ട് അണ്ടി. അപ്പോൾ അവിടുന്ന് വരുന്ന വരവിലാണ് ഈ ആന ആ വീട്ടിൻ്റെ അപ്പുറത്തെ ആ പുറകിലെ നിന്ന്. അവർ കണ്ടില്ല. അവർ കണ്ടില്ല. അവർ ഈ വിറകും കെട്ടി കുഞ്ഞ് ഇതാണ് അവർ കൊണ്ടുവന്ന വിറക്. ഇതാ അവർ കൊണ്ടുവന്ന വിറക്കും. ഇത് അവര് ആ ഭാഗത്തുനിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന വിറകാണ്. വിറകും കശുവണ്ടി വരുന്നുണ്ട്. കശുവണ്ടി പെണ്ണുങ്ങളെ കശുവണ്ടി എടുത്തു, പുള്ളിക്കാരൻ വിറകെടുത്തു. പക്ഷേ എപ്പോഴും കുഞ്ഞണ്ടിലെ വരുമോ ഇത്. ഇത് മേലോട്ട് നോക്കുന്നില്ല, മുന്നോട്ട് നോക്കുന്നില്ല. കാരണം ഇങ്ങനെ നല്ല വെളിവുള്ള സ്ഥലമല്ലേ, നോക്കുമ്പോൾ എവിടെ നിന്നാ കാണാമല്ലോ. പക്ഷേ ഈ ആന ഒളിച്ചു നിന്ന സ്ഥലം ഒളിച്ചു നിൽക്കുകയല്ലേ ചെയ്തേ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടൊന്നും കാര്യമല്ല. ഇവിടെ വീടുകളിൽ നിന്നൊക്കെ ഇപ്പോൾ ആൾപ്പാർപ്പില്ലാത്ത വീടുകളാണല്ലോ ഇവിടെ കാണുന്നത്. ഇവിടെ കാരണം ഇവർ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയതാ. കാരണം പേടിച്ചിട്ട്. ധൈര്യമുള്ള ആളുണ്ട്. നമ്മളൊന്നും ഇട്ടിട്ട് ആനയല്ല, ആനേൻ്റെ അപ്പുറത്തെ ആൾ വന്നാലും നമ്മൾ ഇവിടെ ഓടൂല. ഇത് നമുക്ക് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പോകൂല. അപ്പോൾ ഇവിടെ കാട്ടാൻ ശല്യം അതിരൂക്ഷമാണല്ലേ? കാട്ടാനയുടെ ശല്യം കാട്ടാൻ്റെ ശല്യം ഇവിടെ കൂടുതലാണ്. ഇത് ഫോറസ്റ്റുകാർ ഈ ശരിയുണ്ടെങ്കിൽ ഇതെല്ലാം നേരെ വരും. കാരണം ഇവർ തിന്ന് കുടിച്ച് ഇവരെ മുകളിൽ വണ്ടിയിൽ നിന്ന് അവർ ഇറങ്ങൂല. വണ്ടിയിൽ നിന്ന് ഇവരെ ഇറങ്ങണ്ടേ. വണ്ടിയിൽ നിന്ന് പടക്കം കത്തിച്ചിട്ടിട്ട് ഇവരങ്ങ് പോവും, ഒരു പൊട്ടിച്ചിട്ട്. പിന്നെ ഇവർ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കൂല. അവിടുന്ന് ഓടിച്ച് കൊണ്ട് വന്നിട്ട് ഓടയിലാക്കും. എന്നാൽ പിന്നെ ഇവിടുന്ന് അല്ല, ഇവിടെ പിന്നെ ഈ ഓടയെ നശിപ്പിക്കാൻ വേണ്ടി വേറെ ഒരു വഴിയുണ്ട്. പെട്രോൾ വാങ്ങുക, ഒഴിച്ച് കത്തേക്ക. അപ്പോൾ ഇത് കാട് തെളിഞ്ഞ് ഈ ഓട തെളിഞ്ഞ് കിട്ടും. ഈ ചേട്ടന്റെ വീട് എവിടെ? ഏത് ബ്ലോക്കിലാണ്? എൻ്റെ വീട് 13. അതാണ് എൻ്റെ വീട് കരിക്കമുക്കെന്ന് പറയാം. അപ്പോൾ അവിടെ സ്ഥിരം ആന ഇറങ്ങുന്നതാണ്? അവിടെ സ്ഥിരം വരുന്നുണ്ട്, എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അധികം വിലസാൻ വിടൂല. ശരിക്കും ഞാൻ പൊട്ടിച്ചു കൊടുക്കും ഞാൻ. അപ്പോൾ അതാണ് ഇവരുടെ ഒരു അവസ്ഥ, ഈ നാട്ടുകാരുടെ, ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെലിക്സേ, അത് അവർക്ക് നടക്കാനുള്ള വഴിയാണ് നമ്മൾ ആ കാണുന്നത് അല്ലേ? അവരുടെ ഊരിലേക്ക്, അവരുടെ സെറ്റിൽമെന്റിലേക്കൊക്കെ വരാനുള്ള ഒരു വഴി. തീർച്ചയായിട്ടും ഇതാണ് ആ വഴി. ഇപ്പോൾ ഈ വഴിയിലൊരു വെളിച്ചം പോലും ഇല്ല രാത്രിയായാൽ, അല്ലേട്ടാ? ഇവിടെ വെളിച്ചമൊന്നും ഇല്ലല്ലോ. ഇവിടെ വെളിച്ചമൊന്നുമില്ല. ഇവിടെ ആർക്കും കറണ്ട് കൊടുക്കുന്നില്ല. ഇവിടെ കയറി കൂടിയ ആൾക്കാരുണ്ട്. അതുങ്ങൾക്ക് ആർക്കും ഒരു വിട്ട പൊളിക്കല്ല. സർക്കാർ പഞ്ചായത്തുകാർ ഒന്ന് അന്വേഷിക്കേണ്ടത്. ഇത് നമ്മൾ എൻ്റെ പിന്നെ മോളെ പിന്നെ വീട് വീടെല്ലാം ശരിയായി. അതിന് കറണ്ട് അവർ പിന്നെ കൊടുത്തിട്ട് ഇതുവരെയായിട്ട് അവർ വന്ന് അത് ചെയ്ത് കൊടുക്കുന്നില്ല. അവരിപ്പോൾ അവിടെ അതാ 9 അവരെ പണിയെടുക്കുന്നുണ്ട്. മോളുടെ വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടില്ല. മോളെ വീട്ടിൽ കറണ്ട് കിട്ടിയില്ല. കറണ്ടിന് അപേക്ഷ വെച്ച്, പക്ഷെ അവര് വന്ന് നോക്കണ്ടേ ഇത്. അപ്പൊ അതാണ്, അതായത് അങ്ങനെ അതാണ് അവസ്ഥ. ഈ അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും മനസാക്ഷിയില്ലായ്മയ്ക്ക് മേലെ കുത്തിവെക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. വനം വകുപ്പ് ജീവനക്കാരുടെ പെരുമാറ്റം ഏതു തരത്തിലാണ്, എന്തുകൊണ്ട് പഞ്ചായത്തുകാർ അന്വേഷിക്കുന്നില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വളരെ പ്രസക്തമാണ്.